നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്നു മുതൽ ഓടിത്തുടങ്ങിയിരിക്കുകയാണ്. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിന് ഫ്ലാഗ് ഓഫ് ചെയ്തത്. 89 കിലോമീറ്റർ സഞ്ചരിച്ച് ഹരിയാനയിലെ സോനിപത്ത് എന്ന റെയിൽവേ സ്റ്റേഷനിലായിരിക്കും ആ യാത്ര അവസാനിക്കുക. ജിന്ദ് മുതൽ സോനിപത്ത് വരെ ഇത്തരത്തിൽ ദൈനംദിന സർവീസ് നടത്താനാണ് ഹൈഡ്രജൻ ട്രെയിൻ ഇനി ഉപയോഗിക്കുക. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന വിളിപ്പേര് ഇതിന് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ബ്രോഡ് ഗേജ് ഹൈഡ്രജൻ ട്രെയിനാണ്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇന്ധനമാക്കിക്കൊണ്ട് ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ റെയിൽവേക്ക് നിലവിൽ ഇലക്ട്രിക് ട്രെയിനുകളും അതോടൊപ്പം തന്നെ ഡീസൽ ട്രെയിനുകളുമാണ് ഉള്ളത്. ഇലക്ട്രിക് ട്രെയിനുകളാണ് ഭൂരിഭാഗവും. കാരണം 99% റെയിൽവേ ലൈനുകളും ഇന്ത്യ വൈദ്യുതീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം 2070 പൂർണ്ണമായും കാർബൺ ഒമിഷൻ ഇല്ലാത്ത ഒരു രാജ്യമായി മാറാൻ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 99% ഇന്ത്യൻ റെയിൽവേ ലൈനുകളും വൈദ്യുതീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ചില മേഖലകളിൽ വൈദ്യുതീകരിക്കാൻ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ചില മേഖലകളിലുണ്ട്. മലയോര മേഖലകൾ പോലെയുള്ളവ, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി മറ്റ് പല വെല്ലുവിളികളുമുള്ള പ്രദേശങ്ങൾ, ഇവിടങ്ങളിലൂടെയുള്ള ട്രെയിൻ ഗതാഗതത്തിന് വൈദ്യുതി ലൈനുകൾ വലിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യമുണ്ട്. ഇവിടങ്ങളിലെല്ലാം നമ്മളിപ്പോൾ ഡീസൽ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവശേഷിക്കുന്ന ഡീസൽ എഞ്ചിനുകളെയും മാറ്റി ഈ കരിയും പുകയും തുപ്പാത്ത ഗ്രീൻ എനർജി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ട്രെയിനുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ രാജ്യം ആർജിച്ച ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്ത ജിന്ദ് സോനിപട്ട് ഹൈഡ്രജൻ ട്രെയിൻ യഥാർത്ഥത്തിൽ ഒരു ട്രെയിൻ മാത്രമല്ല. കാരണം ലോകോത്തരമായ ഒരു സാങ്കേതിക വിദ്യ, ലോകത്ത് ഇന്ന് നിലവിലുള്ള 4-5 രാജ്യങ്ങൾക്ക് മാത്രം കൈവശമുള്ള ഒരു സാങ്കേതിക വിദ്യ, അത് നമ്മൾ കൈക്കലാക്കുകയാണ് ഈ ഹൈഡ്രജൻ ട്രെയിനിലൂടെ ചെയ്തിരിക്കുന്നത്. ജപ്പാനും ജർമ്മനിയും അമേരിക്കയും പോലെയുള്ള ഏതാനും ചില രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിൽ ഹൈഡ്രജൻ ട്രെയിൻ ടെക്നോളജി ഉള്ളൂ. അതിപ്പോൾ ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ശ്രേണിയിൽ ഏറ്റവും പുതിയ രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ഇന്ത്യക്ക് അതിൻ്റെ എല്ലാവിധ അർഹതയുമുണ്ട് എന്ന് നമുക്കറിയാം. അതായത് GDPയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ജർമ്മനിയെയും ജപ്പാനെയും ഒക്കെ പിന്തള്ളിക്കൊണ്ട് അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടുപിന്നിൽ 3-ാം സ്ഥാനത്തെത്താനായി ശ്രമിക്കുന്ന രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യം ഒരു പുതിയ സാങ്കേതിക വിദ്യ, ഈ പറയുന്ന വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളുടെ മാത്രം കൈവശമുള്ള ഒരു സാങ്കേതിക വിദ്യ നമ്മളിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു. അതാണ് ജിന്ദ് സോനിപത്ത് ഹൈഡ്രജൻ ട്രെയിൻ. ഈ ട്രെയിൻ ഇനി മറ്റ് പ്രദേശങ്ങളിൽ, അതായത് ഇപ്പോൾ ഡീസൽ ട്രെയിൻ ഉപയോഗിക്കുന്ന മേഖലകളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വൈദ്യുത ലൈൻ വലിക്കാൻ സാധിക്കാത്ത മേഖലകളിലൊക്കെ ഈ ട്രെയിൻ ഉപയോഗിക്കാൻ സാധിക്കും, ഈ എഞ്ചിൻ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതാണ്ട് 1200 കിലോ വാട്ട് ശേഷിയുള്ള എഞ്ചിനാണ് ഇതിനകത്ത് ഈ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. 110 km/h, ഒരു മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ ഈ ട്രെയിനിന് ഓടാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയിൽ അപ്രൂവ് ചെയ്തിരിക്കുന്നത് പരമാവധി 75 km/h മാത്രമാണ്. മാത്രമല്ല, ഈ ട്രെയിനിന്, ഹൈഡ്രജൻ ട്രെയിൻ ലോകത്ത് മറ്റു പല രാജ്യങ്ങൾക്കും ഉണ്ടെങ്കിലും ആ പറയുന്ന രാജ്യങ്ങളിലെല്ലാം 2 കാർ ഹൈഡ്രജൻ ട്രെയിനാണുള്ളത്. അതായത് എഞ്ചിന് ശേഷം 2 കോച്ചുകൾ മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. എന്നാൽ ഇന്ത്യയിൽ 10 കാർ ഹൈഡ്രജൻ ട്രെയിനാണ് നമുക്കിപ്പോഴുള്ളത്. അതായത് എഞ്ചിനോടൊപ്പം 10 കോച്ചുകളുണ്ട്. 2600ഓളം യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു തവണ ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ 1175 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്യാൻ കഴിയുന്ന ട്രെയിനുകൾ ജർമ്മനിയിലുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഈ ട്രെയിനിന് 250 കിലോമീറ്റർ, ഒറ്റ തവണ ഇന്ധനം നിറച്ചാൽ 280 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയും. അതായത് ഈ ജിന്ദിൽ നിന്നും സോനിപത്ത് വരെയുള്ള യാത്രാ ദൂരം എന്ന് പറയുന്നത് 89 കിലോമീറ്ററാണ്. അങ്ങനെ ഒരു തവണ പോയി വരുമ്പോൾ ഏതാണ്ട് 180 കിലോമീറ്റർ ആകുന്നുണ്ട്. ഈ 180 കിലോമീറ്ററിനുള്ളിൽ വീണ്ടും ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രമുഖമായ 3 കമ്പനികളുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. അതായത് 250 കിലോമീറ്റർ ദൂരം ഒരു തവണ ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ ഓടാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ട്രെയിൻ ഗതാഗതം. യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ ട്രെയിൻ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുമ്പോഴും ഇത് യഥാർത്ഥത്തിൽ ഇലക്ട്രിക് ട്രെയിനുകൾ തന്നെയാണ്. വൈദ്യുതി ഉപയോഗിച്ച് തന്നെയാണ് ഈ ട്രെയിനുകൾ ഓടുന്നത്. പക്ഷേ ഈ ട്രെയിനുകൾ ഓടാൻ ആവശ്യമായ വൈദ്യുതി ആ ട്രെയിനിനകത്ത് തന്നെ
തന്നെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെ വൈദ്യുതി നിർമ്മിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഇന്ധനമാക്കി സിലിണ്ടറുകളിൽ ഹൈ പ്രഷറുള്ള ഹൈഡ്രജൻ ശേഖരിച്ചു വെച്ചുകൊണ്ട് ഈ ട്രെയിനുകൾ അതുപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുകയും ആ വൈദ്യുതി കൊണ്ട് ട്രെയിൻ എഞ്ചിൻ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് ഈ ട്രെയിനിൻ്റെ സാങ്കേതിക വിദ്യ. യഥാർത്ഥത്തിൽ അത് ഇലക്ട്രിക്കൽ ട്രെയിനുകൾ തന്നെയാണ്, പക്ഷേ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനാവശ്യമായ വൈദ്യുതി നിർമ്മിക്കുന്നത് ആ ട്രെയിനിനുള്ളിൽ തന്നെയാണ്. ഇതാണ് ഈ ട്രെയിനിൻ്റെ ഒരു സാങ്കേതികമായ ഘടന. ചുരുക്കി പറഞ്ഞാൽ, സാധാരണ വാക്കുകളിൽ പറഞ്ഞാൽ, ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ രാജ്യം കരസ്ഥമാക്കിയിരിക്കുന്നത്. സാധാരണ ഇലക്ട്രിക് ട്രെയിനുകൾക്ക് ഓവർഹെഡ് ലൈനുകളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയാണ് അവർ ഉപയോഗിക്കുക. എന്നാൽ ഇതിന് ഓവർഹെഡ് ലൈനുകൾ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മലയോര മേഖലകളിലും മറ്റും ഇപ്പോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന മേഖലകളിലും മറ്റും ഈ ഹൈഡ്രജൻ ട്രെയിൻ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഈ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഗ്രീൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം 2070 തന്നെ കാർബൺ മുക്ത രാഷ്ട്രമായി ഇന്ത്യ മാറാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഗ്രീൻ എനർജി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോളാർ എനർജി, അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജി, അങ്ങനെയുള്ള മേഖലകളിലേക്ക് രാജ്യം മാറാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല വൈദ്യുതി വാഹനങ്ങളുടെ ഒരു വലിയ പ്രചരണം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രെയിനുകൾ ഹൈഡ്രജൻ പോലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ക്ലീൻ എനർജി ആയിരിക്കും. കാരണം ഈ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പുകയോ മറ്റു വസ്തുക്കളോ എമിഷനായി ഉണ്ടാകുന്നില്ല. പക്ഷേ ആകെക്കൂടി പുറന്തള്ളുന്നത് ശുദ്ധമായ നീരാവി മാത്രമാണ് എന്നതാണ് ഈ ട്രെയിനിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള ഹൈഡ്രജൻ ട്രെയിനാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം മുഴുവനായും ഈ ട്രെയിൻ ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വൻകിട രാജ്യങ്ങളെപ്പോലെ തന്നെ ജപ്പാനെ പോലെയും ജർമ്മനിയെ പോലെയും അമേരിക്കയും പോലെ തന്നെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായും ഇന്ത്യയിലാണ് ഈ ട്രെയിനുകൾ നിർമ്മിച്ചിരുന്നത്. പണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേ വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ എന്തിനേറെ പറയുന്നു, വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ മുൻ സർക്കാരുകളുടെ കാലത്ത് ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങളെയാണ് ആശ്രയിക്കാൻ തയ്യാറായിരുന്ന ഒരു രാജ്യം. പിന്നീട് ഇതെല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നൊരു രീതിയിലേക്ക് വന്നു. അങ്ങനെയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരമാണ് ഈ ട്രെയിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നത് മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്. മേക്ക് ഇൻ ഇന്ത്യ ഈ രാജ്യത്ത് ഒരു കാലത്തും വിജയകരമാവില്ല, അത് നടപ്പിലാവില്ല എന്ന് പരിഹസിച്ചവരുണ്ട്. ആ പരിഹസിച്ചവർക്ക് നരേന്ദ്രമോദിയുടെ മറുപടിയാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. കാരണം രാജ്യത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രാജ്യത്തിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗതാഗത മാർഗമാണത്. ലോകോത്തരമായ രാജ്യങ്ങൾക്കിടയിലേക്ക് ഇന്ത്യ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യ അതിൽ മേൽക്കോയ്മ നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഹൈഡ്രജൻ ട്രെയിനുകൾ മറ്റു രാജ്യങ്ങളിൽ ഈ ഹൈഡ്രജൻ ട്രെയിനുകൾ ഉള്ളത് തന്നെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പക്കലാണ്. ആ രാജ്യങ്ങളിൽ തന്നെ 2 കോച്ചുകൾ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ട്രെയിനുകളാണ് ഉള്ളതെങ്കിൽ ഇന്ത്യ ആദ്യഘട്ടത്തിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് 10 കോച്ചുകളുള്ള ഹൈഡ്രജൻ ട്രെയിനുകളാണ് എന്നുള്ളത് ലോകത്തെ അമ്പരപ്പിച്ച കാര്യമാണ്. സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ റെയിൽ ഗതാഗതം, ഇതിലൊക്കെ പുതിയൊരു അധ്യായം ഇന്ന് കുറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു.